ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് UGC നെറ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 2023 ഡിസംബറിൽ നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ചില ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. മൗര്യൻ എക്കോണമി ഈസ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്, സ്മിത്തിങ് ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പേപ്പർ ടെക്നോളജി, എക്സ്കവേഷൻ ഓഫ് ടാങ്ക്സ്. നമുക്കറിയാം, മൗര്യൻ എക്കോണമി ഈസ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ഔട്ട്പുട്ട്, സ്മിത്തിങ് ഇൻഡസ്ട്രി അത് ശരിയാണ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അതും ശരിയാണ്, എക്സ്കവേഷൻ ഓഫ് ടാങ്ക്, പേപ്പർ ടെക്നോളജി വരുന്നത് 13th സെഞ്ചുറിയിലാണ്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ A, B, C, and E കറക്റ്റ്. A, B, C, and E. അപ്പോൾ ഓപ്ഷൻ A, B, C, and E അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. മൗര്യൻ റൂളിന്റെ സമയത്താണ് ഗംഗ റിവർ ബേസിൻ അഗ്രികൾച്ചറിന് യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വാസ്റ്റ് അഗ്രികൾച്ചറിന് ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്, ചാണക്യ എഴുതിയ ബുക്കാണ് അർത്ഥശാസ്ത്ര. ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിലുണ്ടായിരുന്ന ചാണക്യ എഴുതിയ ബുക്കാണ് അർത്ഥശാസ്ത്ര. അതില് സീതാധ്യക്ഷ എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. ആ പോസ്റ്റ് സൂപ്രണ്ടന്റ് ഓഫ് അഗ്രികൾച്ചർ എന്നൊരു പോസ്റ്റാണ്. അതില് ഈ അഗ്രികൾച്ചറിനെ എല്ലാം നോക്കി നടത്താൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റേറ്റിന്റെ ഹെഡായിട്ട് വരുന്നത് സീതാധ്യക്ഷയാണ്. പേപ്പർ മാനുഫാക്ചർ ഇന്ത്യയിൽ എത്തുന്നത് 13th സെഞ്ചുറിയാണ്. അറബ് മെർച്ചൻസ് വഴിയാണ് ഇന്ത്യയിൽ എത്തുന്നത്. അത് ട്രഡീഷണൽ റൈറ്റിങ്ങിനെല്ലാം മാറ്റുന്നതായിട്ട് നമുക്ക് കാണാം. അർത്ഥശാസ്ത്ര അതിനുശേഷം പറയുന്ന കാര്യങ്ങളിൽ മൈനിങ് വരുന്നുണ്ട്. മൈനിങ്ങിൽ കിങ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ മൊണോപ്പൊളി ഉണ്ടായിരിക്കണം എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. കിങ്ങും അതുപോലെ തന്നെ സ്റ്റേറ്റും ചില ടൈപ്പ് മൈനിങ് കൺട്രോൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഹെഡ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. അർത്ഥശാസ്ത്രത്തിൽ തന്നെ ഇറിഗേഷൻ സെസ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇറിഗേഷൻ അന്നുണ്ടായിരുന്നു. അതുപോലെ ഇറിഗേഷൻ വെള്ളം ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ അതിന് ഇറിഗേഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിന് പറ്റിയ, അല്ലെങ്കിൽ അതിന് ടാക്സ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഗവർണർ ആയിട്ടുള്ള ഗവർണർ ഗിർണറിലെ സൗരാഷ്ട്രയിൽ സുദർശന ലേക്ക് അല്ലെങ്കിൽ സുദർശന തടാകം നിർമ്മിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് അവിടെ റിസർവോയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. കോട്ടൺ ടെക്സ്റ്റൈൽസും മൗര്യൻ പീരീഡിൽ ഒരു ഇമ്പോർട്ടൻറ്റ് അഗ്രി ഒരു ഇൻഡസ്ട്രി ആയി വളർന്നു വന്നിരിക്കുന്ന സമയത്ത്. അടുത്ത ചോദ്യം, അഗ്രഹാര ഈസ് ദ വില്ലേജ് ഗിവൺ ആസ് എ ഗിഫ്റ്റ് ടു. അഗ്രഹാര എന്ന വില്ലേജുകൾ ആർക്കൊക്കെയാണ് ഗിഫ്റ്റ് കൊടുത്തിരുന്നത്? ബ്രാഹ്മിൻസ് ഒള്ളി, ട്രേഡേഴ്സ്, ഫോറിൻ ട്രാവലേഴ്സ്, ക്രാഫ്റ്റ് പേഴ്സൺ ഹു ആർ എക്സലന്റ് ഇൻ ദിയർ സ്കില്ല്, ബാർബർ. ഇതിനകത്ത് നമുക്കറിയാം, അഗ്രഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രാഹ്മിൻസിനാണ് മെയിനായിട്ടും വരുന്നത്. ഈ ക്വസ്റ്റനിൽ A, B, C ട്രേഡേഴ്സിന് വന്നിട്ടുണ്ട്, ഫോറിൻ ട്രാവൽസിന് കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല. ക്രാഫ്റ്റ് പേഴ്സൺ ഹു ആർ എക്സലന്റ് ഇൻ ദിയർ സ്കില്ല്, ബാർബേഴ്സ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുമ്പോൾ UGC ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്തോ പ്രശ്നം വന്നിട്ടാണ് UGC ഡ്രോപ്പ് ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അഗ്രഹാര എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡ് റെഫർ ചെയ്യുന്നത് ലാൻഡ് എക്സംപ്റ്റ് ഫ്രം ലീസിംഗ് റൈറ്റ്. വേറെ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ലീസ് ചെയ്യാനായിട്ട് പറ്റാത്ത ലാൻഡാണ്, ആർക്കെങ്കിലുമായിട്ട് കൊടുത്തിട്ടുള്ള ലാൻഡാണ് അഗ്രഹാര. അഗ്രഹാര വാസ് ലാൻഡ്, വില്ലേജ് ഓർ ഫീൽഡ്. അത് ലാൻഡ് മാത്രമായിരിക്കും, ചിലപ്പോൾ വില്ലേജ് കാണും അതിൽ, ചിലപ്പോൾ കൃഷി ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് മാത്രമായിരിക്കും. ബ്രാഹ്മിൻസിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അഗ്രഹാര വേർ എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആൻഡ് അവർക്ക് ടാക്സ് എക്സംപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ടാക്സ് കൊടുക്കണ്ട. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അതിനകത്ത് വരികയും ഇല്ല. അത് ചെയ്തിരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം, ഈ ലോസും എല്ലാം ക്രിയേറ്റ് ചെയ്തിരുന്നത് അഗ്രഹാര, അല്ലെങ്കിൽ ഈ ലാൻഡ് ഗ്രാൻഡ് കിട്ടുന്ന ആളായിരിക്കും. അഗ്രഹാരാസ് വെൽ ബിൽട്ട് മെയിൻലി ബൈ ചോളാസ് ആൻഡ് പല്ലവാസ്. ഇന്ത്യയിൽ ഉടനീളം അഗ്രഹാരങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചോളാസും പല്ലവാസും ഒരുപാട് അഗ്രഹാരങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനാകും. വലിയശാല വിച്ച് ഈസ് ഇൻ ട്രിവാൻഡ്രം ഈസ് ദ ലെങ്തിയസ്റ്റ് അഗ്രഹാരം ഇൻ ഇന്ത്യ. ഏറ്റവും നീളമേറിയ, അല്ലെങ്കിൽ ഒരുപാട് വീടുകൾ അല്ലെങ്കിൽ ഒരുപാട് ഏരി വരുന്ന അഗ്രഹാരം ഉള്ളത് വലിയശാലയാണ്.
Brahmadeya, generally tax-free land or village was given as a gift to Brahmins. Brahmadeya, ബ്രാഹ്മിൻസിന് കൊടുക്കുന്നതിന് ബ്രഹ്മദേയ എന്ന് പറയാറുണ്ട്. ദേവധന, ഗിഫ്റ്റ് ടു ദ ടെമ്പിൾ എയ്തർ പ്ലോട്ട് ഓഫ് ലാൻഡ് ഓർ ഓൾ വില്ലേജ് വെർ നോൺ as ദേവധന. ടെമ്പിൾസിന് കൊടുത്തിരുന്നത് ദേവധന എന്നും പറയാറുണ്ട്. Establishment of Hindu colonies outside India are the effort of. ഇന്ത്യക്ക് വെളിയിൽ ഹിന്ദു കോളനീസ്, അതായത് സ്റ്റേറ്റിന്റെ കൺട്രോളിൽ വന്നിട്ടുള്ള ഏരിയ ഏത്, ആരൊക്കെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഇന്ത്യയുടെ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ അവിടുത്തെ കുറേ ഐലൻഡ് നേഷനുണ്ട്. അതിനെല്ലാം ഇന്ത്യക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം കോളനീസ് ഉണ്ടായിരുന്നു. അത് ഓപ്ഷൻ എ പല്ലവാസ്, ഓപ്ഷൻ ബി ചോളാസ്, വിജയനഗര റൂളേഴ്സ്, ഖിൽജീസ് ആൻഡ് മൗര്യാസ്. നമുക്കറിയാം, ഓപ്ഷൻ എ കറക്റ്റായിട്ട് വരും, ബി കറക്റ്റായിട്ട് വരും, സി കറക്റ്റായിട്ട് വരും. ഖിൽജീസ് അവർക്ക് കൺട്രോൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഓപ്ഷൻ ഇ മൗര്യാസ്. അപ്പോൾ 4 ഓപ്ഷൻ എന്തായാലും ഉത്തരത്തിൽ വരും. എ, ബി, സി ആൻഡ് ഇ. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് വൺ. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഏരിയയിലുള്ള എംപയറുകളെല്ലാം ഏകദേശം ഈ ഏരിയയിൽ വരുന്ന എല്ലാവരും അവരുടെ ഈസ്റ്റിലോട്ടുള്ള ഈ ലാൻഡ് വഴി പോകാൻ പറ്റുന്നതും അതുപോലെ തന്നെ സീ ബേസ്ഡ് ആയിട്ടുള്ള ഐലൻഡുകളും അവർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ചോളാസും പാണ്ഡ്യാസും പല്ലവാസും അങ്ങനെയുള്ള സൗത്ത് ഇന്ത്യയിൽ വരുന്നവരെല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചോളയും പല്ലവയും മെയിൻലി വരുന്നുണ്ട്. അവരുടെ ഈ ബേ ഓഫ് ബംഗാൾ ഏരിയ അവരുടെ ചോള ലേക്ക് എന്ന, അല്ലെങ്കിൽ അവരുടെ ചോളമണ്ഡലം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഏരിയയാണ്. അതുപോലെ നമ്മുടെ മൗര്യൻ എംപയറും ഇവിടെ നിന്ന് ട്രേഡ് റൂട്ടും അതുപോലെ തന്നെ ബുദ്ധിസം ജൈനിസത്തിന്റെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഇതുവഴി പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓപ്ഷൻ 4 ആണ് അതിന്റെ കറക്റ്റ് ഉത്തരം. ചെമ്പ സിവിലൈസേഷൻ ഇൻ വിയറ്റ്നാം, ഹുവാൻ ഇൻ സദേൺ വിയറ്റ്നാം, അതുപോലെ കെമ്മർ ഇൻ എംപയർ ഇൻ ഇൻഡോ ചൈന, ലാവോസ്, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾ വരുന്നതാണ് ഇൻഡോ ചൈന എന്നറിയപ്പെടുന്നത്. ലങ്കാഷു കിങ്ഡം ആൻഡ് ഓൾഡ് ഖെതാക് ഇൻ മലയ പെൻസില നമുക്കറിയാം ഈ ഏരിയ വരുന്നതാണ്. ഏത്, മലേഷ്യയൊക്കെ വരുന്നതാണ്. മലേഷ്യയും ഫിലിപ്പൈൻസും. സുമാത്ര, അതും മലേഷ്യയിലൊക്കെ ഫിലിപ്പൈൻസിൽ വരുന്നതാണ്. ശ്രീ വിജയം കിങ്ഡം ഇൻ സുമാത്ര. അപ്പോൾ രാജ്യം നമുക്കറിയാം, രാജേന്ദ്ര ചോള ഫസ്റ്റ്, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എംപയർ ഓഫ് ദി ചോള ഡൈനാസ്റ്റി, ലോഞ്ച്ഡ് ന്യൂമറസ് നേവൽ എക്സ്പെഡിഷൻ ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ, എസ്റ്റാബ്ലിഷിംഗ് ചോള ഇൻഫ്ലുവൻസ് ഇൻ പാർട്ട് ഓഫ് പ്രസന്റ് ഡേ മലേഷ്യ, ഇന്തോനേഷ്യ, മ്യാൻമാർ ആൻഡ് തായ്ലാൻഡ്. നമുക്ക് ഇപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, മലേഷ്യയിൽ ഈ തമിഴ് സംസാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അവിടെ. അവിടുത്തെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് തമിഴ്. ഇൻ വിച്ച് ഇയർ ദി ബാറ്റിൽ ഓഫ് തളിക്കോട്ട വാസ് ഫൗട്ട്? ബാമിനി സുൽത്താൻസും വിജയനഗരത്തിലെ രാജാക്കന്മാരും തമ്മിലുള്ള ബാറ്റിൽ ഓഫ് തളിക്കോട്ട, അവർ തമ്മിലുള്ള ഈ യുദ്ധം നടന്ന വർഷം ഏതെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ 3 1565. ഓപ്ഷൻ ബാറ്റിൽ ഓഫ് തളിക്കോട്ട, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ഉത്തരം. ബാറ്റിൽ ഓഫ് തളിക്കോട്ട നടന്ന വർഷം 1565 ജനുവരി 23 ആണ്. വിജയനഗരവും ഡക്കാൻ സൽത്തനറ്റ്സിന്റെ ഒരു അലയൻസും ചേർന്നായിരുന്നു, അഗെയിൻസ്റ്റ് അവർ തമ്മിലായിരുന്നു യുദ്ധം. വിജയനഗരത്തിന്റെ രാജാവായിട്ടുള്ള അലിയ രാമരായ, ഹി വാസ് ഡിഫീറ്റഡ് ആൻഡ് കിൽഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് തളിക്കോട്ട. അത് ലെഡ് ടു ദ കൊളാപ്സ് ഓഫ് വിജയനഗര എംപയർ. വിജയനഗര സാമ്രാജ്യത്തിന്റെ എൻഡിലേക്ക് നയിച്ച ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് തളിക്കോട്ട. വിജയനഗര എംപയർ ഡിഫീറ്റ് വാസ് ബിക്കോസ് രണ്ട് മുസ്ലിം ജനറൽസ് ഓഫ് ദി വിജയനഗര ആർമി സ്വിച്ച്ഡ് സൈഡ്സ്. ടു ഓഫ് ദി മുസ്ലിം ജനറൽസ് ഓഫ് ദി വിജയനഗര ആർമി സ്വിച്ച്, അവര് സൈഡ് മാറുകയുണ്ടായി. ഡക്കാൻ സുൽത്താൻസിനോട് ചേർന്നു.
One of the leading cause of the decline of the Vijayanagara Empire was dispute in the military and the fact that they could not use gunpowder technology. ഒരു വലിയ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർമിയായിട്ട് വളർന്നില്ല എന്നതാണ് അവരുടെ തോൽവിക്ക് കാരണമെന്ന് ഹിസ്റ്റോറിയൻസ് പറയുന്നു. അടുത്ത ചോദ്യം, ദ പ്ലേ നീൽ ദർപ്പൺ വാസ് ഓതേർഡ് ബൈ. നമ്മൾ മിക്കവാറും ഏകദേശം എല്ലാ സമയത്തും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദ പ്ലേ നീൽ ദർപ്പൺ. അത് എഴുതിയത് നമുക്കറിയാം ദീൻബന്ധു മിത്രയാണ്. ഓപ്ഷൻ 4 ദീൻബന്ധു മിത്ര. It was a Bengali play written in 1858-59 by ദീൻബന്ധു മിത്ര. പ്ലേയുടെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ റിവോൾട്ട് അല്ലെങ്കിൽ നീൽ വിദ്രോഹ അല്ലെങ്കിൽ ഇൻഡിഗോ റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുള്ള ഒരു പ്ലേ ആണ്. 1859 ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മൈക്കിൾ മധുസൂദനൻ ദത്തയാണ്. ആൻഡ് പബ്ലിഷ്ഡ് ബൈ റവറൻഡ് ജെയിംസ് ലോങ്. ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മൈക്കിൾ മധുസൂദന ദത്തയാണ്. അടുത്ത ചോദ്യം, ഓഫ് ദി ഫോളോയിങ് വിച്ച് ഈസ് ദ ഓഡ് കോമ്പിനേഷൻ ഓഫ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് അല്ലാത്ത ഓപ്ഷനുകൾ ഏതെന്നാണ് ചോദ്യം. കറക്റ്റ് അല്ലാത്ത കോമ്പിനേഷൻ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം തെലുഗു അതൊരു സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. തമിഴ് ഒരു സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. കന്നഡയുണ്ട്, മലയാളമുണ്ട്. ദോഗ്രി നമുക്കറിയില്ല എന്താണ്. അപ്പോൾ ഇത് 4 വരണം, അതുപോലെ തന്നെ ഇതും വരണം. ഈയും വരുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും. ഓഡ് കോമ്പിനേഷൻ ഓഫ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്. The correct answer is option A, B, C and D. ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അവർ കൊടുത്തിരിക്കുന്ന ചോദ്യം എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിന്റെ കറക്റ്റ് ഓർഡർ വരാത്ത ഏതൊക്കെ ഉണ്ടെന്നാണ് ചോദ്യം. നമുക്ക് അതിലോട്ടൊന്ന് പോകാം. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിന്റെ കോമ്പിനേഷൻ അല്ലാതെ വരുന്ന കോമ്പിനേഷനെ പറ്റിയാണ് ചോദ്യം. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് വരുന്നത് A, B, C ആൻഡ് D ആണ്. കറക്റ്റായിട്ട് വരാത്തതാണ് ബാക്കിയുള്ളതെല്ലാം. എല്ലാത്തിനും നമുക്ക് ഡോഗ്രി ഉണ്ട്. ഡോഗ്രി ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഓഡായിട്ടുള്ള കോമ്പിനേഷൻ ഓപ്ഷൻ 1, 3 ആൻഡ് 4. അപ്പോൾ ഓപ്ഷൻ 1 കൊടുത്തവർക്കും 3 കൊടുത്തവർക്കും 4 കൊടുത്തവർക്കെല്ലാം മാർക്ക് കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് നമുക്കൊരു കന്നഡ, മലയാളം, തമിഴ്, തെലുഗു ആൻഡ് തുളു. ഡോഗ്രി അത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലാംഗ്വേജ് ആണ്. 2003 ഡിസംബർ 22-ാം തീയതി ഡോഗ്രി അതൊരു നാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ആഡ് ചെയ്യപ്പെട്ടു. അടുത്ത ചോദ്യം, given below are two statement, one is labeled as assertion and other one as reason. Assertion, land grant were given to only Brahmins. ബ്രാഹ്മിൻസിന് മാത്രമേ ലാൻഡ് ഗ്രാൻസ് കൊടുത്തിട്ടുള്ളായിരുന്നു. Reason, such grant are not based on caste. Even barbers were given during the Vijayanagara kingdom's rule. വിജയനഗരത്തിന്റെ കാലഘട്ടത്ത് ലാൻഡ് ഗ്രാൻസിന് കാസ്റ്റ് ഒന്നും ഒരു ബേസ്ഡ് അല്ല. ബാർബേഴ്സിന് വരെ ലാൻഡ് ഗ്രാൻസ് കിട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലാൻഡ് ഗ്രാൻഡ് വെയർ ഗിവൺ ടു ബ്രാഹ്മിൺ ഓൺലി, അത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമല്ല. ലാൻഡ് ഗ്രാൻസ് പല ജാതിയിലുള്ള വ്യക്തികൾക്കും കൊടുത്തിരുന്നു. ബാർബേഴ്സിനും വിജയനഗര സാമ്രാജ്യത്തിന്റെ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ഫാൾസ് ബട്ട് റീസൺ ആർ ഈസ് ട്രൂ. നമുക്ക് നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ 4 തന്നെയാണ്. ലാൻഡ് ഗ്രാൻഡ് വെർ മെയ്ഡ് ടു വേരിയഡ് ക്ലാസ് ഓഫ് റോയൽറ്റി ഫോർ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ പർപ്പസ്. ആദ്യ കാലഘട്ടങ്ങളിൽ ലാൻഡ് ഗ്രാൻഡ് കൊടുത്തു തുടങ്ങിയത് റോയൽറ്റി, ഇപ്പോൾ
രാജ്യത്തിന് നൽകുന്ന സേവനത്തിന് പകരമായിട്ട്, സാലറിക്ക് പകരമായിട്ട് അല്ലെങ്കിൽ വേജിന് പകരമായിട്ട് കൊടുത്തിരുന്നതാണ് ഇത് ലാൻഡ് ഗ്രാൻഡ്. അതിനുശേഷം ബ്രാഹ്മിൻസിന് കൊടുത്തിരുന്നു. ബ്രാഹ്മിൻസിനും അതുപോലെ മിലിറ്ററി പേഴ്സണൽസിനും, റോയൽറ്റി റോയൽ ഹൗസ് ഹോൾഡിൽ വരുന്ന വ്യക്തികൾക്കുമാണ് ലാൻഡ് ഗ്രാൻഡ് കൊടുത്തിരുന്നത്. ശതവാഹന ആൻഡ് ക്ഷാത്രപ എപ്പിഗ്രഫ്സ് ഡിസ്കവേർഡ് ഇൻ നാസിക് are the earliest stone inscription that document land grant with tax exemption. ലാൻഡ് ഗ്രാൻഡുകളെ പറ്റിയുള്ള ആദ്യത്തെ ഡോക്യുമെന്റ്സ് നമുക്ക് ലഭിക്കുന്നത് സതവാഹനയും ക്ഷാത്രപ റൂളേഴ്സിൻ്റെതുമാണ്. അതിനുശേഷം നമുക്കറിയാം, ബരാബർ ഹിൽസും നാഗാർജുന ഹിൽസും അശോകൻ അത് കൊടുത്തിട്ടുള്ളതാണ്, ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള കേവുകളാണ്. അതിനുശേഷം അത് അശോകന്റെ സക്സസർ ആയിട്ടുള്ള ദശരഥ അജീവികാസിന് ലാൻഡ് ഗ്രാൻഡ്സ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഗുപ്ത ടൈമിൽ ലാൻഡ് ഗ്രാൻഡിന്റെ അളവ് കൂടുന്നതായിട്ട് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നതാണ്. കൊണ്ടജ പെറ്റീഷൻ 1954 വിജയനഗര സാമ്രാജ്യത്തിലെ രാമരായ രാജാവിന്റെ കാലഘട്ടത്തിൽ കൊണ്ടജ എന്ന് പറയുന്ന ഒരാൾ ഒരു പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്. ടാക്സ് എക്സംഷൻ ആണ് അതിന്റെ ഫീച്ചർ. അദ്ദേഹം ബാർബർ കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിലായിട്ട് എംപയറിൽ ടാക്സ് എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് ആ പെറ്റീഷന്റെ ആവശ്യം. വിജയനഗരത്തിലെ രാമരായയുടെ കാലത്താണ് ഈ പെറ്റീഷൻ വരുന്നത്. അതിനുശേഷം ആ പെറ്റീഷനെ വെച്ചുകൊണ്ട് ഒലേക്കറെ ഇൻസ്ക്രിപ്ഷൻ 1564 1545 ഈ പെറ്റീഷൻ കൊടുക്കുന്നത്. 1546 ടാക്സ് എക്സംഷനും അതുപോലെ തന്നെ എല്ലാ ബാർബേഴ്സിനും, വിജയനഗര സാമ്രാജ്യത്തിലെ എല്ലാ ബാർബേഴ്സിനും ടാക്സ് എക്സംപ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇൻസ്ക്രിപ്ഷൻ വരുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു രാജ്യശാസന വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ഈ ഹോൾക്കർ ഇൻസ്ക്രിപ്ഷനിൽ അതിനുശേഷം വരുന്നൊരു വേറൊരു സംഭവം, ഈ ലാൻഡ് ഗ്രാൻഡ് ഈ കൊണ്ടജ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഹോൾക്കർ ഇൻസ്ക്രിപ്ഷൻ മെൻഷൻ എ ലാൻഡ് ഗ്രാൻഡ് bestowed upon കൊണ്ടജ ഹിംസെൽഫ് ത്രൂ ദി സ്പെസിഫിക് ഡീറ്റെയിൽസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദി ലാൻഡ് ആർ നോട്ട് മെൻഷൻഡ്. അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഈ ബാർബർ കമ്മ്യൂണിറ്റിയിലെ വ്യക്തിയായിട്ടുള്ള കൊണ്ടജയ്ക്ക് ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുന്നതായിട്ട് വിജയനഗര സാമ്രാജ്യത്തിന്റെ ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് മനസ്സിലാക്കാനാകും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ആര്യ സമാജ് ആർ കറക്റ്റ്? ആര്യ സമാജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. ഫസ്റ്റ്, ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ലാഹോർ. ലാഹോറിലാണ് ഫസ്റ്റ് ദയാനന്ദ വേദിക് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റ് ആണ്. സ്വാമി ശ്രദ്ധാനന്ദ വാസ് ദി ഗുരു ഓഫ് ദയാനന്ദ, അത് കറക്റ്റ് അല്ല. സത്യാർത്ഥ പ്രകാശ് ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് സ്വാമി ദയാനന്ദ. സത്യാർത്ഥ പ്രകാശ് സ്വാമി ദയാനന്ദയുടെ ഓട്ടോബയോഗ്രഫിയാണ്, അത് തെറ്റാണ്. ഓട്ടോബയോഗ്രഫി അല്ല. ലാല ലജ്പത് റായ് വാസ് അസോസിയേറ്റഡ് വിത്ത് ഗുരുകുൽ കെങ്കേരി ഗുരുകുലുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ലാല ലജ്പത് റായ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദയാനന്ദ വാസ് ബോൺ അറ്റ് മോർബി, അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ എയും ഡിയും ഇയും ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ഡി ആൻഡ് ഇ ഓപ്ഷൻ 3 കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ UGC ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നമുക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കാം. ദ ഫസ്റ്റ് ആംഗ്ലോ വേദിക് കോളേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1886 ഇൻ ലാഹോർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആംഗ്ലോ വേദിക് കോളേജ്, ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് ഫസ്റ്റ് ലാഹോറിൽ, പാകിസ്ഥാനിൽ ലാഹോറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫൗണ്ട് ചെയ്തത് ലാല ഹൻസ്രാജ് ആണ്. മഹാത്മാ ഹൻസ്രാജ് എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. അതുപോലെ ദ ഗുരു ഓഫ് സ്വാമി ദയാനന്ദ സരസ്വതി വാസ് സ്വാമി വജ്രാനന്ദ സരസ്വതിയാണ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. സത്യാർത്ഥ പ്രകാശ് അത് ഓട്ടോബയോഗ്രഫി അല്ല,
അതൊരു റിലീജിയസ് ആൻഡ് സോഷ്യൽ റിഫോം ടെക്സ്റ്റ് ആണ്, റിട്ടൺ ബൈ സ്വാമി ദയാനന്ദ സരസ്വതി. റൈറ്റർ ഓക്കെയാണ്, പക്ഷെ അത് ഓട്ടോബയോഗ്രഫി അല്ല. ദ ബുക്ക് ഈസ് കൺസിഡർ ആസ് ദി ബൈബിൾ ഓഫ് ആര്യസമാജ്. ആര്യസമാജിന്റെ ബൈബിളായിട്ട്, അല്ലെങ്കിൽ അതിന്റെ മുഖ്യമായ പുസ്തകം എന്നൊക്കെ നമുക്ക് പറയാം. എ ഹിന്ദു റിഫോം മൂവ്മെന്റ് അണ്ടർ ഫൗണ്ടഡ് ബൈ ദയാനന്ദ സരസ്വതിയുടെ ആര്യസമാജിന്റെ മെയിൻ ബുക്കായിട്ട് അറിയപ്പെടുന്നതാണ് സത്യാർത്ഥ പ്രകാശൻ. സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ബോൺ ഇൻ തൻകാര, ലൊക്കേറ്റഡ് ഇൻ ദ പ്രസന്റ് ഡേ മോർബി ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്. നമ്മുടെ ഓപ്ഷനിൽ മോർബിയെ പറ്റി പറയുന്നുണ്ട്, മോർബി എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി ഹി വാസ് ബോൺ ഇൻ തൻകാര. അദ്ദേഹം ജനിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മൂൽ ശങ്കർ തിവാരി എന്നായിരുന്നു. ഹി വാസ് ബോൺ ഇൻ 1824 ഇൻ എ വെൽ ടു ഡു ബ്രാഹ്മൺ ഫാമിലി. ഒരു ധനികമായ ഒരു ബ്രാഹ്മൺ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഗുരുകുൽ കെങ്കേരി, ഇപ്പോഴത്തെ ഗുരുകുൽ കെങ്കേരി അത് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ് ഇൻ ഹരിദ്വാർ, ഉത്തരാഖണ്ഡ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1902 ബൈ സ്വാമി ശ്രദ്ധാനന്ദ, എ സോഷ്യൽ റിഫോമർ ആൻഡ് ആര്യ സമാജ് ലീഡർ. അടുത്ത ചോദ്യം. The Company School of Painting is also known as Company School of Painting is also known as Delhi School, Madras School, European School, Patna School. നമുക്കറിയാം ഓപ്ഷൻ 4 പറ്റ്ന സ്കൂൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ദ കമ്പനി സ്കൂൾ ഓഫ് പെയിന്റിംഗ് റെഫർ ടു എ സ്റ്റൈൽ ഓഫ് മിനിയേച്ചർ പെയിന്റിംഗ്. അതൊരു മിനിയേച്ചർ പെയിന്റിംഗ് ആണ്. എമർജ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് 18 ആൻഡ് 19th സെഞ്ചുറി. ലേറ്റ് 18നും 19th സെഞ്ചുറിയിലുമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പെയിന്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പെയിന്റിംഗ് സ്കൂളാണ് കമ്പനി സ്കൂൾ ഓഫ് പെയിന്റിംഗ്. ഡെവലപ്ഡ് അണ്ടർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഓഫീസേഴ്സ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പ്രൈമർലി കമ്മീഷൻഡ് ബൈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആൻഡ് റെസിഡൻസ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് ഒഫീഷ്യൽസും അവരുടെ ഇന്ത്യയിലുണ്ടായിരുന്ന അവരുടെ വ്യക്തികളുമായിരുന്നു ഇതിന്റെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് വരുന്ന ഈ പെയിന്റിങ്ങിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ പോർട്രേറ്റ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ, ബ്രിട്ടീഷ് ഒഫീഷ്യൽ, ഡെപ്പിക്ഷൻ ഓഫ് ഡെയിലി ലൈഫ്, ഇന്ത്യൻ ജനതയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഓഫീസേഴ്സിന്റെ ഡെയിലി ലൈഫ്, ഇന്ത്യയിലെ ഫെസ്റ്റിവൽസും, ഇന്ത്യയിലെ അതുപോലെ ഉള്ള ഹിന്ദു സെറമണി, പല സെറമണീസും അതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന മറ്റു കാര്യങ്ങൾ ലാൻഡ്സ്കേപ്പും ആർക്കിടെക്ചറും എല്ലാം ഇവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പിക്ചറിൽ. പെയിന്റിങ്സ് ബേസ്ഡ് ഓൺ ഇന്ത്യൻ മിത്തോളജി ആൻഡ് റിലീജിയസ് സ്റ്റോറീസ് ഓൾസോ ആഡഡ് ഇതിലുണ്ടായിരുന്നു. ഇതിന്റെ മെയിൻ സെന്റേഴ്സ്, കമ്പനി സ്കൂൾ ഓഫ് പെയിന്റിങ്ങിന്റെ മെയിൻ സെന്റേഴ്സ് മുർഷിദാബാദ്, പറ്റ്ന, ഡൽഹി, ലക്നൗ ആൻഡ് ബനാറസ്. അപ്പോൾ ഈ ഒരു സെന്ററുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു മറ്റൊരു വാക്ക് പറ്റ്ന സ്കൂൾ ഓഫ് പെയിന്റിംഗ്. പ്രൊവൈഡ് വാല്യുബിൾ ഇൻസൈറ്റ് ഇൻ ദ കൾച്ചറൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഇന്ത്യ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്. ഈ പെയിന്റിങ്ങിന്റെ പ്രത്യേകത ഇവര് ബ്രിട്ടനും ഇന്ത്യയുമായിട്ടുള്ള ഒരു കൾച്ചറൽ ഇന്ററാക്ഷന്റെ ഒരു ഇൻഫർമേഷൻ കൂടെ നമുക്ക് ഈ പെയിന്റിങ്സിൽ നിന്ന് മനസ്സിലാക്കാനാകും. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. മാർക്ക് ബ്ലോക്ക്, ഇ.എച്ച്. കാർ, എറിക് ഹോബ്സൺ, ഷെയ്ഖ് അലി. ഹിസ്റ്ററി, തിയറി ആൻഡ് മെത്തേഡ്, ദ പ്രാക്ടീസ് ഓഫ് ഹിസ്റ്ററി, ദ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്, വാട്ട് ഈസ് ഹിസ്റ്ററി. ഇ.എച്ച്. കാറിന്റെ ബുക്കാണ് വാട്ട് ഈസ് ഹിസ്റ്ററി. മാർക്ക് ബ്ലോക്കിന്റെ ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ്, ഷെയ്ഖ് അലിയുടെ ഹിസ്റ്ററി, തിയറി ആൻഡ് മെത്തേഡ്. അപ്പോൾ ഇതിൽ UGC നെറ്റ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം എറിക് ഹോബ്സണിന്റെ ബുക്കല്ല ദ പ്രാക്ടീസ് ഓഫ് ഹിസ്റ്ററി. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു ചെറിയ മിസ്റ്റേക്ക്. ദ പ്രാക്ടീസ് ഓഫ് ഹിസ്റ്ററി ജെഫ്രി എൽട്ടന്റെ ബുക്കാണ്. വാട്ട് ഈസ് ഹിസ്റ്ററി ഇ.എച്ച്. കാറിൻ്റെതാണ്. ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് മാർക്ക് ബ്ലോക്കിന്റെ. ഹിസ്റ്ററി ഇറ്റ്സ് തിയറി ആൻഡ് മെത്തേഡ് ബി ഷെയ്ഖ് അലിയുടേതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ദി ഫോളോയിങ് ഇൻ ദി ക്രൊണോളജിക്കൽ ഓർഡർ. ഇതിനെ ക്രൊണോളജിക്കൽ ഓർഡർ ആക്കാനാണ് ചോദ്യം. Coronation of Ashoka the Mauryan king. Yuchi tribe were defeated and expelled from Chinese Turkestan. Assassination of Brihadratha, the last Mauryan king by Pushyamitra.
അലക്സാണ്ടർ ഡിഫീറ്റഡ് ഡാരിയസ് ത്രീ ആൻഡ് ബേൺഡ് ഹിസ് ക്യാപിറ്റൽ പെർസിപോളിസ്. ഫൈറ്റ് ബിറ്റ്വീൻ അലക്സാണ്ടർ ആൻഡ് പോറസ്. ഇത് ക്രൊണോളജിക്കൽ ഓർഡർ ആക്കാനാണ് ചോദ്യം. നമുക്ക് അറിയാം, ഇതിൽ ഏറ്റവും ആദ്യം നടന്ന സംഭവം നമുക്കറിയാം. അലക്സാണ്ടർ ഹി ഡിഫീറ്റഡ് ഡാരിയസ് ത്രീ ആൻഡ് ബേൺഡ് ഹിസ് ക്യാപിറ്റൽ പെർസിപ്പോളിസ്. രണ്ടാമത്തെ കാര്യം ഫൈറ്റ് ബിറ്റ്വീൻ അലക്സാണ്ടർ ആൻഡ് പോറസ്. നമുക്കറിയാം, ഇന്ത്യയിലോട്ട് വരുന്ന വഴിയിൽ നടക്കുന്ന സംഭവമാണ് ഈ പേർഷ്യ. അപ്പോൾ യൂറോപ്പിൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇന്ത്യയുടെ പാർട്ടിലോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു ഏരിയ ആണ് പേർഷ്യ അല്ലെങ്കിൽ പെർസിപ്പോളിസ്, ഡാരിയസ് ത്രീയുടെ എംപയർ. അപ്പോൾ അദ്ദേഹത്തിന് അലക്സാണ്ടർ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഇൻഡസ് വാലി അല്ലെങ്കിൽ ഇൻഡസ് റീജിയനിലോട്ട് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ഡി കഴിഞ്ഞിട്ടാണ് ഈ വരുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ മാത്രം ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ഡി കഴിഞ്ഞ് ഈ വരുന്ന ഓപ്ഷൻ ഡി ഇ വേറെ ഇല്ല. അപ്പം ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ട് വരിക, ഡി ഇ. അപ്പോൾ അടുത്ത ബാക്കിയുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. കൊറോണേഷൻ ഓഫ് അശോക. നമ്മൾ കേട്ടിട്ടുണ്ട്, അലക്സാണ്ടർ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഭരിക്കാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മൗര്യൻ എംപയർ ആണ്. മൗര്യൻ എംപയറിൽ ചന്ദ്രഗുപ്ത മൗര്യ ഉണ്ട്. ചന്ദ്രഗുപ്ത മൗര്യ അലക്സാണ്ടറെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഹിസ്റ്ററിയിൽ വായിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു സംഭവമാണ് കൊറോണേഷൻ ഓഫ് അശോക. അപ്പോൾ ഓപ്ഷൻ 3 അല്ലെങ്കിൽ ഓപ്ഷൻ തേർഡ് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ സി ബൃഹദ്രഥ. അപ്പോൾ മൗര്യൻ കിങ് വന്നാൽ മാത്രമേ ലാസ്റ്റ് മൗര്യൻ എംപയറിന്റെ കിങ് ആയിട്ടുള്ള ബൃഹദ്രഥ അസാസിനേറ്റ് അതിന്റെ നടക്കുള്ളൂ. അങ്ങനെ ഓപ്ഷൻ സി ഫോർത്ത് വരുന്നുണ്ട്. ഓപ്ഷൻ ബി യൂച്ചി ട്രൈബ് വെയർ ഡിഫീറ്റഡ് ആൻഡ് എക്സ്പെൽഡ് ഫ്രം ചൈനീസ് തുർക്കസ്ഥാൻ. അപ്പോൾ ഇതിന് ശേഷം വരുന്ന ഇന്ത്യയിൽ മൗര്യൻ എംപയറിന് ശേഷം വരുന്ന ഇൻവേഷനിൽ വരുന്ന ലേറ്റർ ആയിട്ട് വരുന്ന ആൾക്കാരാണ് യൂച്ചി ട്രൈബ്. അപ്പോൾ ഇവർ വരുന്നത് എ ഡി കാലഘട്ടത്താണ്, എ ഡി ഫസ്റ്റ് സെഞ്ചുറി കഴിഞ്ഞ ശേഷമാണ്. പക്ഷെ ഈ മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നത് ബി സിയിലാണ് അല്ലെങ്കിൽ ബിഫോർ കോമൺ എറയിലാണ്. ജസ്റ്റ് വായിക്കാം നമുക്ക്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ബേൺഡ് പെർസിപ്പോളിസ് ഇൻ 330 BC. ബാറ്റിൽ ഓഫ് ഗൗഗമേല അഗെയിൻസ്റ്റ് ഡാരിയസ് ത്രീ. ബാറ്റിൽ ഓഫ് ഗൗഗമേലയ്ക്ക് ശേഷം ആർക്കമൈൻഡ് എംപറർ ആയിട്ടുള്ള ഡാരിയസ് ത്രീയെ അലക്സാണ്ടർ വധിക്കുകയും അതുപോലെ പേർഷ്യ അല്ലെങ്കിൽ പേർഷ്യൻ ക്യാപിറ്റൽ, അദ്ദേഹത്തിന്റെ ക്യാപിറ്റലായ പെർസിപ്പോളിസ് അലക്സാണ്ടർ ബേൺ ചെയ്യുന്നതായിട്ട് കാണാം നമുക്ക് ഇൻ ദി ഇയർ 330 BC. The fight between Alexander and King Porus, known as the Battle of Hydaspes, 326 BC ആണ്. അശോക ത്രോണിലെത്തുന്നത് 273 BC. കൊറോണേഷൻ നടക്കുന്നത് 269 BC. അപ്പോൾ ഇത് ഒരു ഓർഡർ നമുക്ക് വ്യക്തമായി വന്നു. അശോകൻ പിന്നീടാണ് ബൃഹദ്രഥ, ദ ലാസ്റ്റ് എംപറർ ഓഫ് മൗര്യൻ എംപയർ, റൂളിംഗ് ഫ്രം 187 to 185 BCE. Overthrown by Pushyamitra Shunga, who established Shunga Empire. And Yuchi tribe migrated out of China, occurred sometime between 2nd and 4th century AD. 10th സെഞ്ചുറിക്ക് ശേഷം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കറക്റ്റാണ്. 2nd സെഞ്ചുറിക്കും 4th സെഞ്ചുറിയുടെയും ഇടയിലാണ് എ ഡി ഈ സംഭവം യൂച്ചി ട്രൈബ് ചൈന വിട്ട് വെളിയിലോട്ട് വരുന്നത്, ഇന്ത്യയിലോട്ടുള്ള ഒരു യാത്ര തുടങ്ങുന്നത്. The Arthashastra is divided into how many Adhikaranas and Prakaranas? 15 and 180, 21 and 160, 31 and 160, 31 and 180. നമുക്കറിയാം ഓപ്ഷൻ 1 15 and 180 ആണ് കറക്റ്റ് ആൻസർ. അർത്ഥശാസ്ത്രത്തെ പറ്റി നമ്മൾ കുറച്ചു മുമ്പ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ദ സാൻസ്ക്രിറ്റ് ടൈറ്റിൽ അർത്ഥശാസ്ത്ര ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു സ്റ്റേറ്റ് ക്രാഫ്റ്റ്. ഒരു രാജ്യം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ പല ലിംബുകളും എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ പല ഘടകങ്ങളും എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു ബുക്കാണ് അർത്ഥശാസ്ത്ര. അതിന്റെ റൈറ്റർ കൗടില്യ എന്നും വിഷ്ണുഗുപ്ത എന്നും ചാണക്യൻ എന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പല പേരുകൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എഴുതിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ഹിസ്റ്റോറിയൻസ് വഴി മനസ്സിലാക്കാനായിട്ടുള്ളത്. അർത്ഥശാസ്ത്ര ഇസ് ഡിവൈഡ് ഇൻ ടു 15 ബുക്ക് ആൻഡ് വിച്ച് ആർ ഫർദർ സബ് ഡിവൈഡ് ഇൻ ടു 180 ചാപ്റ്റർ.
അർത്ഥശാസ്ത്രത്തിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ തന്നെ അധികരണ എന്ന് പറയുമ്പോൾ 15 അധികരണ അല്ലെങ്കിൽ ചാപ്റ്ററുകളും ബുക്കുകളും 15 ബുക്കുകളും പ്രകാരണ അതായത് 180 ചാപ്റ്ററുകളുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ് ബുക്ക് ഓൺ ദി നേച്ചർ ഓഫ് ഗവൺമെന്റ്. ഒരു ഗവൺമെന്റ് എങ്ങനെയായിരിക്കണം, എങ്ങനെയായിരിക്കണം, ലോസ് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണം, സിവിൽ ആൻഡ് ക്രിമിനൽ കോർട്ട് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കണം, എത്തിക്സ് ഒരു രാജ്യത്തിന്റെയും ജനങ്ങളുടെയും രാജാവിന്റെയൊക്കെ എത്തിക്സ് എങ്ങനെയായിരിക്കണം, എക്കണോമിക്സ് അതിനകത്ത് എക്കോണമി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. മാർക്കറ്റ് ആൻഡ് ട്രേഡും മാർക്കറ്റും അത് തന്നെ ജസ്റ്റ് ആയിട്ടുള്ള നന്നായിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റം എങ്ങനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. മെത്തേഡ് ഓഫ് സ്ക്രീനിങ് മിനിസ്റ്റേഴ്സ്, രാജ്യത്തിന് ഒരു പുതിയ മിനിസ്റ്ററിനെ തിരഞ്ഞെടുക്കാൻ നേരത്ത് എങ്ങനെയുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണം, ഡിപ്ലോമസി, തിയറീസ് ഓൺ വാർ, യുദ്ധം എങ്ങനെ ചെയ്യണം, തന്ത്രങ്ങളെ പറ്റിയുള്ള ഒരു ബുക്കാണ്. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥശാസ്ത്ര യുദ്ധതന്ത്രങ്ങളെ പറ്റിയും രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ പറ്റിയുള്ള ഒരു ബുക്കാണ് അർത്ഥശാസ്ത്ര. അപ്പോൾ ഇതിനകത്ത് ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് കിങ്ങിനെ പറ്റിയും കിങ്ങിന്റെ കടമകളും ഡ്യൂട്ടികളും ഒബ്ലിഗേഷൻ രാജ്യത്തിന് ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. വൺ റിലീജിയൻ, വൺ കാസ്റ്റ് ആൻഡ് വൺ ഗോഡ് ഫോർ മാൻകൈൻഡ് വാസ് ദി സെൻട്രൽ മെസ്സേജ് ഓഫ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, സ്വാമി വിവേകാനന്ദ, നാരായണ ഗുരു, ജ്യോതിബ ഫുലെ. ഒരു മതം, ഒരു ജാതി, ഒരു ദൈവം എന്ന ഈ ആശയം നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്, അപ്പോൾ ഒന്ന് നോക്കി മനസ്സിലാക്കുക. മാൻ കിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, മാൻ കൈൻഡ്. അപ്പോൾ ഓപ്ഷൻ 3 നാരായണ ഗുരു, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു നമുക്കറിയാം സെയിന്റ്, ഫിലോസഫർ, സ്പിരിച്വൽ ലീഡർ ആൻഡ് സോഷ്യൽ റിഫോർമർ ഫ്രം കേരള. അദ്ദേഹത്തിന്റെ 3 ആശയങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാനമായിട്ടുള്ള വചനങ്ങൾ എങ്ങനെയാണ്: വൺ കൈൻഡ്, വൺ ഫെയ്ത്ത്, വൺ ഗോഡ് ഈസ് മാൻ. മനുഷ്യന് ഒന്നാണ്, ഒരു വിശ്വാസമാണ്, ഒരു ദൈവമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് എവർ ബി ദ റിലീജൻ ഓഫ് എ മാൻ, ഇറ്റ് സഫൈസ് ഇഫ് ഇറ്റ് മേക്സ് എ ബെറ്റർ മാൻ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊരു വചനം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആക്ട്സ് ദാറ്റ് വൺ പെർഫോം ഫോർ ദി സേക്ക് ഓഫ് വൺ സെൽഫ് ഷുഡ് ഓൾസോ എയിം ഫോർ ദി ഗുഡ് ഓഫ് അതേഴ്സ്. ഒരുവൻ അയാളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാൻ ഉതകുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതായിരിക്കണം എന്നാണ് 3-മത്തത്. അടുത്ത ചോദ്യം: ദ ക്യാരക്ടർ ഓഫ് ഭഗവാൻ ശ്രീകൃഷ്ണ ടീച്ചേഴ്സ് അബൌട്ട്. ദ ക്യാരക്ടർ ഓഫ് ഭഗവാൻ ശ്രീകൃഷ്ണ ടീച്ചേഴ്സ് അബൌട്ട് വിശ്വതവാദ, പ്ലേസ് ഓഫ് എവരി വൺ ഇൻ വൺസ് ലൈഫ്, ട്രൂ ഫ്രണ്ട്ഷിപ്പ്, ബാലൻസിങ് ഓഫ് ഇമോഷൻ, ടെറിവലസ് ക്യാരക്ടർ. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ഉത്തരം നമുക്കറിയാം, വിശ്വിക അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഒരു കൺസെപ്റ്റാണ്. ഓപ്ഷൻ എ പറയുന്നത് വിശ്വതവാദ, പ്ലേസ് ഓഫ് എവരി വൺ ഇൻ വൺസ് ലൈഫ്, മറ്റുള്ള ഒരാളുടെ ജീവിതത്തിലുള്ള ഘടകങ്ങൾ, ട്രൂ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരിക്കണം, ബാലൻസിങ് ഓഫ് ഇമോഷൻ. അപ്പോൾ ഓപ്ഷൻ ഇ വരില്ല, ബാക്കിയെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി ആർ കറക്റ്റ്. ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി കറക്റ്റ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനന്റെ ചാരിയറ്ററായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ അദ്ദേഹം ഭഗവത്ഗീതയിൽ കുറെ ടോക്ക് നടത്തുന്നുണ്ട്. അർജുനനോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ധർമ്മയെ പറ്റിയും കർമ്മയെ പറ്റിയും ഭക്തിയെ പറ്റിയും യോഗയെ പറ്റിയും ആത്മാവിനെ പറ്റിയും ക്രിയേറ്ററിനെ പറ്റിയും ഫ്രീ വില്ല്, അതുപോലെ റെസ്പോൺസിബിലിറ്റി, ഒരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു യോദ്ധാവിന്റെ അല്ലെങ്കിൽ ഒരു സോൾജറിന്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയും ഓവർകമ്മിങ് അറ്റാച്ച്മെന്റ്. അപ്പോൾ നമുക്കറിയാം മഹാഭാരത യുദ്ധത്തിലെ 2 സൈഡിലും ഉള്ളത് ഇത് ഫാമിലി മെമ്പേഴ്സ് ആണ്, ഒരേ ഫാമിലിയിലുള്ളവരാണ്. അപ്പോൾ ഈ അറ്റാച്ച്മെന്റുകൾ വിട്ടിട്ട് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വാറിയർ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറയുന്നതാണ്. അതുപോലെ തന്നെ അർജുന അത് ഒരു ലീഡർ കൂടിയാണ്, ഒരു കിങ് കൂടിയാണ്. അപ്പോൾ എങ്ങനെ
അത് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് കൊടുക്കുന്നതിനെ പറ്റിയാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്. കലമുഖ ഈസ് എ സെറ്റ് ഓഫ് ജൈനിസം, ശൈവൈസം, ബുദ്ധിസം ആൻഡ് നാരായണീസം. കലമുഖ എന്ന് പറയുന്ന സെറ്റ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതെന്നാണ് ചോദ്യം. നമുക്കറിയാം ഓപ്ഷൻ 2 ശൈവൈസമാണ്. കലമുഖാസ് were a Shaivite sect who flourished in Deccan region of India from 8th to 13th century. ഡെക്കാനിലെ ഒരു ഷൈവൈറ്റ് സെക്റ്റാണ് കലമുഖാസ്. അവര് ആന്റി നൊമൈൻ പ്രാക്ടീസസിന് അവർ ഫേമസ് ആണ്. ആന്റി നൊമൈൻ എന്ന് പറയുമ്പോൾ മറ്റു ശൈവൈറ്റ് പ്രാക്ടീസസ് മറ്റു ശൈവൈറ്റ് ഗ്രൂപ്പുകൾ പോലെ പ്രാക്ടീസ് ചെയ്ത അല്ലെങ്കിൽ ഹിന്ദുവിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രാക്ടീസും ഇവർക്കില്ല. പക്ഷെ ഇവർ ചെയ്യുന്നതെല്ലാം അതിൽ നിന്നും വ്യത്യസ്തപ്പെട്ടുള്ള ആന്റി നൊമൈൻ പ്രാക്ടീസസ് എന്നാണ് പറയുന്നത്. വിച്ച് ഇൻക്ലൂഡ് വെയറിങ് ബ്ലാക്ക് റോബ്. മറ്റുള്ളവര് കാവ്യ അല്ലെങ്കിൽ മറ്റു പല ടൈപ്പ് വെള്ളയൊക്കെ ധരിക്കുന്നവരുണ്ട്. പക്ഷേ കലമുഖാസ് ഷൈവൈറ്റ് സെറ്റായ കലമുഖാസ് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് റോബ്, കറുത്ത തുണിയാണ്. സ്മിയറിംഗ് ദംസെൽ വിത്ത് ആഷസ്. ദേഹം അസകലം അവര് ചാമ്പൽ അല്ലെങ്കിൽ കരി പുരട്ടിയാണ് അവർ നടക്കുന്നത്. ആൻഡ് ക്യാരിങ് സ്കൾ ആൻഡ് അതർ റിച്വൽ ഇംപ്ലിമെന്റ്സ്. ഇവര് തലയോട്ടികൾ കൊണ്ട് നടക്കാറുണ്ട്. അതുപോലെ റിച്വൽ ഇംപ്ലിമെന്റ്സ് മറ്റ് പല റിച്വൽസ് ചെയ്യാനായിട്ടും ഹൈലി റിച്വലിസ്റ്റിക് ആണ് ഇവര്. അപ്പോൾ റിച്വൽ ചെയ്യാനുള്ള ആയുധങ്ങളൊക്കെ കൊണ്ടാണ് ഇവര് ഇംപ്ലിമെന്റ്സും കൊണ്ടാണ് നടക്കുന്നത്. ദേ വെയർ ഓൾസോ നോൺ ഫോർ ദിയർ താന്ത്രിക് പ്രാക്ടീസ്. അവർ താന്ത്രിക് പ്രാക്ടീസിന് ഫേമസ് ആയിരുന്നു. വിച്ച് ഇൻവോൾവ് യൂസ് ഓഫ് മന്ത്ര, മുദ്ര ആൻഡ് യന്ത്രാസം. മന്ത്രങ്ങളും മുദ്രകളും യന്ത്രാസമൊക്കെ ഉപയോഗിച്ചുള്ള അവരുടെ ഒരു പ്രാക്ടീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഷൈവൈറ്റ് ആയിരുന്നു കലമുഖാസ്. അടുത്ത ചോദ്യം, എംബർ അശോക ഇൻ ഹിസ് റോക്ക് എഡിക്റ്റ് 13 says he maintains equal respect for Brahmins and Sravanas. He believed in സർവധർമ്മ സമഭാവന. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എംബർ അശോക ഇൻ ഹിസ് റോക്ക് എഡിക്റ്റ് 13ാമത്തെ റോക്ക് എഡിക്റ്റില് അശോക ബ്രാഹ്മിൺസിന് അതുപോലെ തന്നെ ശ്രവണാസ് അല്ലെങ്കിൽ മറ്റു ബുദ്ധിസവും ജൈനിസവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ശ്രവണാസ്. ആ ഗ്രൂപ്പുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു ടേമാണ് ശ്രവണാസ്. ഹി ബിലീവ്ഡ് ഇൻ സർവധർമ്മ സമഭാവന. എല്ലാവരും ഈക്വൽ, എല്ലാവരുടെയും ധർമ്മം അല്ലെങ്കിൽ എല്ലാവരും ഈക്വൽ ആയിട്ട് കണ്ടിരുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പക്ഷേ UGC നെറ്റ് അതിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഫസ്റ്റ് തെറ്റെന്നാണ്. ഹി ഡിഡിൻ മെയിൻറ്റെയിൻ ഈക്വൽ റെസ്പെക്ട്. അവര് ഈക്വൽ ആയിട്ട് കണ്ടിട്ടില്ല എന്നാണ് ഓപ്ഷൻ എ UGCയുടെ ആൻസർ. പക്ഷെ ഓപ്ഷൻ 2 കറക്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഹി ബിലീവ് ഇൻ സർവധർമ്മ സമഭാവന എന്ന ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെയുണ്ട് ബ്രാഹ്മിൺസിനോടും ശ്രവണാസിനോടും ഉള്ള റെസ്പെക്ട് കാണിക്കുന്ന. റോക്കഡിക്റ്റ് 13 അശോകന്റെ വിക്ടോറി ഓവർ കലിംഗയും ധർമ്മവിജയ, അതായത് റിലീജിയൻസ് ടോളറൻസിനെ പറ്റിയും പ്രൊമോഷൻ ഓഫ് ധർമ്മ പ്രാക്ടീസിനെ പറ്റിയും കമ്പാഷൻ ആൻഡ് വെൽഫെയറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഇതിനകത്ത് നമുക്കറിയാം റിലീജിയസ് ടോളറൻസ്. അപ്പോൾ അത് തന്നെയാണ് ഏത് സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് കാണാൻ കഴിയുന്നത്. ഈക്വൽ റെസ്പെക്ട് ഫോർ ബ്രാഹ്മണാസ് ആൻഡ് ശ്രവണാസ്. അപ്പോൾ അടുത്ത ചോദ്യം എന്നാൽ 4 സാൻസ്ക്രിറ്റ് പോയംസ് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് വർക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതെന്ന് നമുക്ക് നോക്കാം. കുംഭാര സംഭവ, വിക്രമോർവശിയം, ഋതുസംഹാര, മാളവിക അഗ്നിമുദ്രം. ഫെയറി ടെയിൽ ഓഫ് എ ലവ് ഓഫ് എ സെലസ്റ്റിയൽ നിംഫ് വിത്ത് എ മോർട്ടൻ narrate the story of wedding of Shiva and Parvati and the birth of Kumara, their son. A harem drama and a court comedy of Sunga dynasty. Describe lucidly a graphically the 6 seasons. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓപ്ഷൻ 3 ആൻഡ് ഓപ്ഷൻ 2 നമുക്കറിയാം മാളവിക ഋതുസംഹാരത്തിനെ പറ്റി പറയുന്നുണ്ട്.
ഋതുസംഹാരം എന്ന് പറയുമ്പോൾ ഋതുക്കളെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഫോം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഋതുക്കളുടെ സംഹാരം അല്ലെങ്കിൽ ഋതുക്കളെ പറ്റിയുള്ള ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അതാണ് ഡിസ്ക്രൈബ് ലൂസിഡ്ലി ആൻഡ് ഗ്രാഫിക്കലി ദ 6 സീസൺ. ഋതുക്കൾ എന്ന് പറയുമ്പോൾ സീസൺസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ഓപ്ഷൻ ഫോർ. ഓപ്ഷൻ സിയും ഫോർ വരുന്നത് ഓപ്ഷൻ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക്, ബാക്കി രണ്ടും ഒന്നും ടൂവും വണ്ണും ഫോറും നമുക്ക് ക്യാൻസൽ ചെയ്ത് മാറ്റാം. അടുത്ത മറ്റൊരു ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം. വിക്രമോർവശിയം. വിക്രമോർവശിയം, ഫെയറി ടൈൽ ഓഫ് ലവ് ഓഫ് എ സെലസ്റ്റിയൽ നിംഫ് വിത്ത് എ മോർട്ടൻ. ഒരു ദേവതയും സാധാരണ മനുഷ്യനും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ്, ഫെയറി ടൈലാണ് വിക്രമോർവശിയം പറയുന്നത്. അടുത്ത ഓപ്ഷൻ എ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ വരുമ്പോൾ കുമാരസംഭവ. അത് നാരേറ്റ് ദ സ്റ്റോറി ഓഫ് വെഡിങ് ഓഫ് ശിവ ആൻഡ് പാർവതി ആൻഡ് ദ ബർത്ത് ഓഫ് കുമാര ദർ സൺ. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ഉത്തരം. ഇത്രയും കറക്റ്റ് ആയിട്ട് നമ്മൾ ഓപ്ഷൻ ഡി, അതുകൊണ്ട് 3. മാളവിക അഗ്നിമിത്രം, എ ഹരീം ഡ്രാമ ആൻഡ് കോർട്ട് കോമഡി ഓഫ് ശുംഗ ടൈം. ശുംഗ ഡൈനാസ്റ്റിയുടെ സമയത്തിലെ കോർട്ടിൽ അല്ലെങ്കിൽ ഈ റോയൽ ഹൗസ് ഹോൾഡ് കൊട്ടാരത്തിൽ നടക്കുന്ന ഒരു ഡ്രാമ അതിന്റെ ഒരു കോർട്ട് കോമഡിയാണ് മാളവിക അഗ്നിമിത്രം. നിങ്ങൾക്ക് ഇതിന്റെ റൈറ്റേഴ്സിനെ കൂടി ഒന്ന് പരിചയപ്പെട്ടുപിടിക്കാം, വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാനുള്ളത് റൈറ്റേഴ്സും അവരുടെ വർക്കിനെ പറ്റിയാണ്. ഫസ്റ്റ്, കുമാർ പാലചരിത സംഗ്രഹ, ഗൗഡ വാഹോ, അമീർ മഹാകാവ്യ, പ്രബന്ധകോശ്. അതിന്റെ റൈറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് വാഗ്പതി രാജ, രാജശേഖര, ജെയിൻ ആചാര്യ, ഹേമചന്ദ്ര, നായചന്ദ്ര സൂരി. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. എ കുമാരപാലചരിത സംഗ്രഹ, അത് എഴുതിയത് ജെയിൻ ആചാര്യ ആയിട്ടുള്ള ഹേമചന്ദ്രയാണ്. അടുത്ത ഓപ്ഷൻ ബി 4 ആണ്. നയചന്ദ്ര സൂരി, ഗൗഡവാഹോ എന്ന പോയം അല്ലെങ്കിൽ വർക്ക് എഴുതിയ നയചന്ദ്ര സൂരിയാണ്. ഹമീർ മഹാകാവ്യ എഴുതിയത് രാജശേഖരയാണ്. പ്രബന്ധകോശ് എഴുതിയിട്ടുള്ളത് വാഗ്പതി രാജി. നമുക്കിതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. കുമാരപാല, ചാലൂക്യൻ ഡൈനാസ്റ്റിയിലെ ഒരു ജെയിൻ കിങ് ആണ് കുമാരപാല. ഹി വാസ് എ ഡിവോട്ടി ആൻഡ് ഫോളോവർ ഓഫ് ജെയിൻ സ്കോളർ ഹേമചന്ദ്ര. ഹി കൺവേർട്ടഡ് കുമാരപാല ടു ജെയിനിസം. കുമാരപാലയെ പറ്റി എഴുതിയത് ഹേമചന്ദ്രയാണ്. ആചാര്യ ഹേമചന്ദ്രയാണ് കുമാരപാല പറ്റിയുള്ള ചരിത്ര അല്ലെങ്കിൽ വർക്ക് എഴുതിയിട്ടുള്ളത്. വർക്കിന്റെ പേര് കുമാരപാല ചരിത സംഗ്രഹം എഴുതിയത് ജെയിൻ ആചാര്യനായിട്ടുള്ള ഹേമചന്ദ്രയാണ്. ഗൗഡവാഹോ എന്ന് പറയുന്ന എപ്പിക് പോയം എഴുതിയത് വാഗ്പതി രാജയാണ്. 8th സെഞ്ചുറിയിലാണ് റൈറ്റ് ചെയ്തിട്ടുള്ള. ഇറ്റ് നറേറ്റ്സ് ദ എക്സ്പ്ലോയിറ്റ് ഓഫ് പോയറ്റിന്റെ പാട്രൺ കിങ് ആയിട്ടുള്ള യശോവർമൻ, വർമ്മന ഡൈനാസ്റ്റിയിലെ കനൂജിലെ വർമ്മന ഡൈനാസ്റ്റിയിലെ യശോവർമനെ പറ്റിയാണ് ഗൗഡവാഹോ എന്ന് പറയുന്ന ഒരു പോയം വാഗ്പതി രാജ എഴുതിയിട്ടുള്ളത്. ദ പോയം ഡിഫൈൻ ദ കിങ് ആസ് ആൻ ഇൻകാർണേഷൻ ഓഫ് ദി ഗോഡ്. ദൈവത്തിന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ഗൗഡവാഹോയില് വാഗ്പതി രാജ യശോവർമനെ കാണിച്ചിരിക്കുന്നത്. ഗോഡായിട്ടുള്ള വിഷ്ണുവിന്റെ ഒരു ഇൻകാർണേഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് മിലിറ്ററി അച്ചീവ്മെന്റിനെ പറ്റിയും അതുപോലെ തന്നെ ഗൗഡ കിങ്ങിനെ കൊന്ന കാര്യവും ഗൗഡ കിങ്ങിനെതിരായിട്ടുള്ള വിക്ടറിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ് ഗൗഡവാഹോ ബൈ വാഗ്പതി രാജ. ഹമീറ മഹാകാവ്യ, അതൊരു 5th സെഞ്ചുറി സാൻസ്ക്രിറ്റ് പോയം. അത് എഴുതിയത് ജെയിൻ സ്കോളർ നയചന്ദ്ര സൂര്യയാണ്. ഇറ്റ് ഈസ് എ ബയോഗ്രഫി ഓഫ് ദി 13th സെഞ്ചുറി ചാമന കിങ് അമീറ മഹാകാവ്യ. അപ്പോ ചാമന കിങ് ആയിട്ടുള്ള ഹമീറയെ പറ്റിയുള്ള ഒരു ബയോഗ്രഫിക്കൽ വർക്കാണ്, ഒരു പോയമാണ്, എപ്പിക് പോയമാണ് ഹമീര മഹാകാവ്യ, റിട്ടൺ ബൈ ജെയിൻ സ്കോളർ നായചന്ദ്ര സൂരി. While not entirely accurate from a historical point of view, the text provide valuable information
അബൌട്ട് ദി മെഡീവൽ ഹിസ്റ്ററി ഓഫ് ദി നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയുടെ മെഡീവൽ ഹിസ്റ്ററിയെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. Prabandha Ghosh is a Sanskrit anthology of stories compiled by Rajashekara, 10th century CE. It is one of the most important source of information on the history and culture of India during medieval period. Medieval period ഒരു സാൻസ്ക്രിറ്റ് വർക്കും അതുപോലെ സാൻസ്ക്രിറ്റ് ഇൻഫർമേഷൻ ലഭിക്കുന്ന ഒരു ബുക്കാണ് പ്രബന്ധഘോഷം, റിട്ടൺ ബൈ രാജശേഖര. സാൻസ്ക്രിറ്റ് ആന്തോളജി ഓഫ് സ്റ്റോറീസ്, ഒരു കഥകളുടെ ഒരു കമ്പിലേഷൻ അല്ലെങ്കിൽ പല കഥകളുടെയും ഒരു ബുക്കാണ് പ്രബന്ധഘോഷം. He was a native of Kanuj and he served as the court poet of the ഗുർജാര പ്രതിഹാര കിങ് മഹേന്ദ്രപാല. രാജശേഖര ഗുർജാര പ്രതിഹാര കിങ് ആയിട്ടുള്ള മഹേന്ദ്രപാല ഫസ്റ്റിന്റെ കോർട്ട് പോയിന്റ് ആയിരുന്നു. രാജശേഖരന്റെ മറ്റ് കൃതികള് കർപ്പൂരമഞ്ജലി, ബാലരാമായണം. ഈസ് ഓൾസോ ദി ഓഥർ ഓഫ് കാവ്യമീമാംസ, ട്രീറ്റ് ഓൺ പൊയറ്റിക്സ്, പൊയറ്റിക്സിനെ പറ്റിയുള്ള കാവ്യമീമാംസ എന്ന് പറയുന്ന പുസ്തകവും കുമാര ബാലമഞ്ജരി, ബാലരാമായണം തുടങ്ങിയ വർക്കുകളെല്ലാം രാജശേഖരൻ്റെതായിരുന്നു. രാജാറാം മോഹൻ റോയ്, ആത്മറാം പാണ്ഡുറായ്, കേശവ ചന്ദ്രസേൻ, ദേവേന്ദ്രനാഥ് ടാഗോർ. ആദി ബ്രഹ്മസമാജ്, ആത്മീയസഭ, പ്രാർത്ഥന സമാജ്. കറക്റ്റ് മാച്ച് ചെയ്യാനാണ് ചോദ്യം. നമുക്ക് നോക്കാം. രാജാറാം മോഹൻ റോയ് അദ്ദേഹം ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് ആണ് ഓപ്ഷൻ 3 ആത്മീയസഭ. ആത്മീയസഭയിൽ നിന്നാണ് പിന്നീട് ബ്രഹ്മസമാജിലേക്ക് എത്തുന്നത്. ആത്മറാം പാണ്ഡുറാങ്ങിന്റെ ഓർഗനൈസേഷനാണ് പ്രാർത്ഥന സമാജ്. കേശവചന്ദ്രസേനിന്റെ ഓർഗനൈസേഷനാണ് C2 ബ്രഹ്മസമാജ്. കേശവചന്ദ്രസേൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ബ്രഹ്മസമാജിൽ. ദേവേന്ദ്രനാഥ് ടാഗോർ ഓപ്ഷൻ ആദി സമാജ്, ആദി ബ്രഹ്മ സമാജ്. ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആൻസർ നമുക്ക് ഓപ്ഷൻ 2 A3 ആത്മീയ സഭ, B4 പ്രാർത്ഥന സമാജ്, C2 ബ്രഹ്മ സമാജ്, ദേവേന്ദ്രനാഥ് ടാഗോർ, ആദി ബ്രഹ്മ സമാജ്. ചെറിയ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ആത്മീയസഭ ഫ്രണ്ട്ലി സൊസൈറ്റി was a short-lived but influential philosophical discussion circle found in 1815 by രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫിലോസഫിക്കൽ ഡിസ്കഷൻ സർക്കിൾ ആണ് ആത്മീയസഭ. പ്രാർത്ഥന സമാജ്, പ്രയർ സൊസൈറ്റി, ഒരു ഹിന്ദു റിഫോം മൂവ്മെന്റ് ഫൗണ്ടഡ് ഇൻ ബോംബെ ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ് വാസ് ഇൻസ്പയർഡ് ബൈ ദി ബ്രഹ്മ സമാജ്. ബ്രഹ്മ സമാജിനാൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് ആത്മറാം പാണ്ഡുറായ് പ്രാർത്ഥന സമാജ് ബോംബെയിൽ സ്ഥാപിച്ചത്. കേശവചന്ദ്രസേൻ സോഷ്യൽ റിഫോം മൂവ്മെന്റ് പ്രോമിനന്റ് ലീഡറാണ്. ബ്രഹ്മസമാജിന്റെ ഒരു പ്രോമിനന്റ് ലീഡറാണ് കേശവചന്ദ്രസേൻ. ബ്രഹ്മസമാജിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി അല്ലെങ്കിൽ പിന്നീട് സ്ഥാപിച്ചതാണ് ബൈ ദേവേന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. ജഹാംഗീർ കൺഫേർഡ് ദി ടൈറ്റിൽ ഓഫ് നാദിറുൽ സമാൻ, വണ്ടർ ഓഫ് ദി ഏജ്, ടു പെയിന്റർ അബുൽ ഹസൻ. Jahangir conferred the title of Nadirul Asar to painter Akbar Rasa. Ustad Mansoor was one of the greatest painters during Jahangir's reign, who excelled in painting animals and birds. Jesuit Father Fernando Gurchiro, who visited imperial court, mentioned that Jahangir liked European art and painting. The border decoration of the pictures in Jahangir's album are rich with a scene depicting social themes. ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കറക്റ്റ് ആണ്, ഓപ്ഷൻ സി കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്, ഓപ്ഷൻ ഇ കറക്റ്റ് ആണ്. നാദുർ അസർ എന്ന ടൈറ്റില് ജഹാംഗീർ കൊടുത്തത് ഉസ്താദ് മൻസൂറിനാണ്, അക്ബർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, സി, ഡി ആൻഡ് ഇ. എ, സി, ഡി ആൻഡ് ഇ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം.
നാദിറുൽ അസർ എന്ന ടൈറ്റിൽ ലഭിച്ചത് ഉസ്താദ് മൻസൂറിനാണ്. അതുപോലെ തന്നെ നാദിറുൽ സമാൻ എന്ന ടൈറ്റിൽ ലഭിച്ചത് അബുൽ ഹസനാണ്. അക്വറസ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലെ അക്വറസയുടെ മകനാണ് അബുൽ ഹസൻ. Poti Sriramalu, the protagonist who fasted demanding the creation of separate Andhra, died on 19 September 1952, 19 October 1952, 19 November 1952, 19 December 1952. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പോറ്റി ശ്രീരാമലുവിനെ പറ്റിയാണ്. സെപ്പറേറ്റ് സ്റ്റേറ്റിന് വേണ്ടി ഡിമാൻഡ് ചെയ്തിട്ട് അദ്ദേഹം മരിച്ച ഡേറ്റും മാസവും വർഷവും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ UGC ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം കറക്റ്റ് ആൻസർ ഇതിനകത്തില്ല. കറക്റ്റ് ആൻസർ 15th ആണ്, 15th December 1952. സെപ്പറേറ്റ് സ്റ്റേറ്റിന് വേണ്ടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി ഡിമാൻഡ് ചെയ്ത് അദ്ദേഹം ഫാസ്റ്റ് ഫുഡ് ഡെത്ത് നടത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം 58 ദിവസത്തെ ഫാസ്റ്റിങ്ങിന് ശേഷം അദ്ദേഹം മരിച്ചു. 15 December 1950 അദ്ദേഹം മരിക്കുകയുണ്ടായി. പക്ഷേ ഒക്ടോബർ 1 അടുത്ത വർഷം ഒക്ടോബർ 1 1953 ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് ആന്ധ്ര ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാം. Which writer has given first-hand information about the administration of ഷേർഷാ സൂരി? ഷേർഷാ സൂരിയുടെ അഡ്മിനിസ്ട്രേഷനെ പറ്റി ആ കാലത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ലഭിച്ചത് ആരിൽ നിന്നാണ്? അബുൽ ഫസൽ, ഖൈഫ് ഖാൻ, അബുൽ ഖാദിർ ബദൗനി, അബ്ബാസ് ഖാൻ ഷെർവാനി. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഉത്തരം അബ്ബാസ് ഖാൻ ഷെർവാനിയാണ്. അബ്ബാസ് ഖാൻ ഷെർവാനി is the best known for his historical work താരിഖ്-ഇ-ഷേർഷാഹി, ഹിസ്റ്ററി ഓഫ് ഷേർഷാ. ഇത് കംപ്ലീറ്റ് ചെയ്തത് 1580-ലാണ്. സോറി. താരിഖ്-ഇ-ഷേർഷാഹി is a biography of Sher Shah Suri, the founder of Sur Empire. It is considered to be one of the most important source for information on the Sur period. സൂർ ഡൈനാസ്റ്റിയുടെ സമയത്തുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് താരിഖ്-ഇ-ഷേർഷാഹി, commissioned by Akbar to provide detailed documentation about Sher Shah's administration. അക്ബറിന്റെ ആവശ്യപ്രകാരം അബ്ബാസ് ഖാൻ റൈറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള വർക്കാണ് താരിഖ്-ഇ-ഷേർഷാഹി. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയെന്നാണ് ചോദ്യം. ടൊബാക്കോ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് അക്ബർസ് കോർട്ട് ഇൻ 1604-05. Lahari Bandar was the chief seaport of Sindh, from where cotton cloth were exported to Persian Gulf. The port of Pipili was situated in Malabar coast. നമുക്കറിയാം തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അക്കോർഡിംഗ് ടു മോർലാൻഡ്, there was as many as 13 famine in India between 1614 and 1660. Largest supply of saltpeter in 16th century came from Kashmir. ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി, എ, ബി ആൻഡ് ഡി ആണ്. എ ബി ആൻഡ് ഡി ആണ് കറക്റ്റ്. ദ പോർട്ട് ഓഫ് പിപ്പിലി അത് മലബാർ കോസ്റ്റിലല്ല. സാൾട്ട് പീറ്റർ അതായിട്ടുള്ള വെടിമരുന്നിന് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആയിട്ടുള്ള സാൾട്ട് പീറ്റർ അത് 16ാം നൂറ്റാണ്ട് 16th സെഞ്ചുറിയിൽ ഏറ്റവും കൂടുതൽ വന്നത് കാശ്മീരിൽ നിന്നല്ല, മറ്റൊരു സ്റ്റേറ്റ് ആണ് ബീഹാറിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, എ, ബി ആൻഡ് ഡി. Pipili is the port in Odisha. It is situated on the mouth of Daya River. Daya River കടലിലേക്ക് എത്തുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ എത്തുന്ന ആ പ്ലേസിലുള്ള പോർട്ടാണ് പിപ്പിലി. The port was active from at least ഫസ്റ്റ് സെഞ്ചുറി മുതലേ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർട്ടാണ് പിപ്പിലി. അത് ഇപ്പോൾ അതിന്റെ റൂയിൻസിലാണ് കിടക്കുന്നത്. ഇറ്റ് വാസ് മേജർ ട്രേഡിംഗ് സെന്റർ. നൂറ്റാണ്ടുകളോളം ഒരു മേജർ ട്രേഡിംഗ് സെന്റർ ആയിരുന്നു. ഇപ്പോൾ അത് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് കിടക്കുന്നുണ്ട്. ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് സാൾട്ട്പീറ്റർ, പൊട്ടാസ്യം നൈട്രേറ്റ് in India was from Bihar region, especially it came from
പറ്റ്ന, ബീഹാറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പറ്റ്നയിൽ നിന്നുമാണ് സാൾട്ട് പീറ്റർ അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റിന്റെ ലാർജസ്റ്റ് സോഴ്സ്, 16-ാം നൂറ്റാണ്ടിലെ ലാർജസ്റ്റ് സോഴ്സ് അന്നായിരുന്നു അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്തിരുന്നത്. The statement only for worthy of British steel was given by a British magistrate about which leader of the revolt of 1857. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബ്രിട്ടീഷിന്റെ സ്റ്റീലിന് അല്ലെങ്കിൽ ഉം, ബ്രിട്ടീഷിന് വിധിക്കാൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് കുറ്റം വിധിക്കാൻ അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ അടികൊള്ളാനൊക്കെ യോഗ്യനായിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അന്ന് ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അത് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ആരെന്നാണ് ചോദ്യം. താന്തിയ തോപ്പ്, നാനാ സാഹേബ്, മൗലവി അസിമുള്ള, ബാബ കുൻവർ സിംഗ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, ബാബ കുൻവർ സിംഗ്. ബാബ കൻവർ സിംഗ് അല്ലെങ്കിൽ കുൻവർ സിംഗ് ജഗദീഷ്പൂരിലെ ഒരു ജമീന്ദാറായിരുന്നു. whose estate was being taken away by the revenue board. ബ്രിട്ടീഷ് റവന്യൂ ബോർഡ് അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റുകളെല്ലാം എടുത്തുകൊണ്ട് പോയിരുന്നു. ടുക്ക് ലീഡർഷിപ്പ്, അദ്ദേഹം അതിനുശേഷം 1857 റിവോൾട്ടില് ബീഹാറിന്റെ ലീഡർഷിപ്പിൽ വരുന്ന ഒരു വ്യക്തിയാണ് കൻവർ സിംഗ്. മേജർ ജനറൽ വിൻസെന്റ് ഡയർ, who was on his way to Allahabad, heard about the siege and turned to Ara. Disregarding direct order against doing so, he forced defeated കുൻവർ സിംഗ്. 1857 റിവോൾട്ടിൽ മേജർ ജനറൽ വിൻസെന്റ് ഡയർ ഡിഫീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് കുൻവർ സിംഗ്. അദ്ദേഹം തന്റെ 80-ാമത്തെ വയസ്സിലും ബ്രിട്ടീഷുകാർക്കെതിരെ അറ്റാക്ക് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ സോൺ നോൺ ആസ് Bihar as Baba Veer Kunwar Singh. To commemorate his contribution to the freedom struggle, India issued a stamp on his honor in 1966. Veer Kunwar Singh University was also established in 1992 with the headquarters Ara. ബ്രിട്ടീഷ് അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായ ആ ഏരിയയിൽ തന്നെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന രീതിയിൽ ബ്രിട്ടീഷ് ബീഹാർ ഗവൺമെന്റ് ഒരു യൂണിവേഴ്സിറ്റി അവിടെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, who Akbar appointed as the post of Wakil immediately after the downfall of Bairam Khan? ബൈറാം ഖാന് ശേഷം വക്കീലായിട്ട് അക്ബർ അപ്പോയിന്റ് ചെയ്ത ആരെന്നാണ്? ആദം ഖാൻ, ഷംഷുദ്ദീൻ അക്രാൻ, മൊയ്നിൻ ഖാൻ, ഹക്കീം സൂർ. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ 3 മൊയ്നിൻ ഖാനാണ്. മൊയ്നിൻ ഖാനാണ് കറക്റ്റ് ഉത്തരം. വക്കീൽ മീൻസ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദി എംപറർ. ആദ്യം റെപ്രസെന്റേറ്റീവ് എംപറർ എന്ന് അറിയപ്പെട്ടു, പിന്നീട് അത് PM അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ഒരു പോസ്റ്റിലോട്ട് എത്തുന്നുണ്ട്. വക്കീൽ എന്ന് പറയുമ്പോഴത്തേക്കും എംപറേഴ്സ് ലൂട്ടനന്റ് ഇൻ ഓൾ മാറ്റേഴ്സ് കണക്റ്റഡ് ടു ദ റിലം ആൻഡ് ഹൗസ് ഹോൾഡ്. ഹരിയുമായാലും അതുപോലെ തന്നെ നേഷന്റെ കാര്യത്തിലായാലും ഏത് കാര്യങ്ങളിലും അക്ബറിന്റെ അല്ലെങ്കിൽ റൂളറിന്റെ, സുൽത്താന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വലങ്കൈ അല്ലെങ്കിൽ മെയിൻ അയാള് ആരാണ്? വക്കീലാണ്. അത് മൊയ്നിൻ ഖാനാണ് ആയത് ബൈറാം ഖാന് ശേഷം. ഡിഗ്രി ഓഫ് പവർ ഓഫ് ദി വക്കീൽ ഓഫീസ് വേരിഡ് ഫ്രം സുൽത്താൻ ടു സുൽത്താൻ. അപ്പോൾ വക്കീൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ പവർ തീരുമാനിച്ചിരുന്ന റൂളേഴ്സ് ആയിരുന്നു. ചില റൂളറിന്റെ കാലത്ത് എക്കണോമിക് അല്ലെങ്കിൽ ഈ മണി പവർ കാണും, അല്ലാത്തവരുടെ കാലത്ത് അതുപോലെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു അഡ്വൈസറി മാത്രം, അഡ്വൈസ് കൊടുക്കുന്ന ഒരു വ്യക്തി മാത്രമായിട്ട് മാറും. വക്കീൽ റിക്വയർഡ് എംപറേഴ്സ് അപ്രൂവൽ ഇൻ ഈച്ച് ആൻഡ് എവറി ഡിസിഷൻ. വക്കീലിന് ഡിസിഷൻ എടുക്കാം, പക്ഷെ അതിന്റെ അപ്രൂവൽ ആരിൽ നിന്ന് വേണം? എംപററിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സുൽത്താന്റെ കയ്യിൽ നിന്ന് വേണം. അക്ബറിന്റെ കാലത്ത് വക്കീലായിട്ടുള്ള ഒരു 4 വ്യക്തികളാണ് കൊടുത്തിരിക്കുന്നത്. ബൈറം ഖാനാണ് ആദ്യമാകുന്നത്. ബൈറം ഖാൻ അദ്ദേഹത്തിന്റെ ഒരു ടീച്ചർ പോലത്തെ ഒരു പൊസിഷനിലായിരുന്നു ചൈൽഡ്ഹുഡ് സമയത്ത്. ബൈറം ഖാനുണ്ട്, മൊയ്നിൻ ഖാനുണ്ട്, മുസാഫിർ ഖാൻ തുർബത്തി ഉണ്ട്, അബുൽ ഫസൽ ഉണ്ട്.
അബുൽ ഫസലാണ് അവസാനം അക്ബറിന്റെ കാലത്ത് വക്കീൽ അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് എത്തുന്നത്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻസ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.